ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സച്ചി സുധിയോട് പറയുകയാണ്, അതെ എടാ സുധി, നീ ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം നിന്റെ ഭാര്യ പട്ടിണി കിടക്കുകയല്ലേ, അപ്പൊ നീ ഭക്ഷണം കഴിക്കരുത്. അതെ വർഷ കഴിക്കുവോ? വർഷയുടെ ഭർത്താവ് ഇങ്ങനെ വ്രതത്തിലാണെങ്കിൽ അത് പിന്നെ വിശന്നാ ഞാൻ കഴിക്കും എന്ന് വർഷ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഓഹോ അത് കൊള്ളാലോ, അപ്പൊ നിനക്ക് എന്നോട് സ്നേഹം ഇല്ലല്ലേ വർഷേ? സ്നേഹമൊക്കെ ഉണ്ട്, വയറ് വേറെയല്ലേ, സ്നേഹം വേറെയല്ലേ, ഇതുമായിട്ട് അതിനെന്താ കാര്യം? എനിക്ക് വിശന്നാലേ ഞാൻ കഴിക്കും, ഞാൻ എന്തിനാ കഴിക്കാതിരിക്കുന്നത്? അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, ആ വർഷ പറഞ്ഞതാണ് കറക്റ്റ്, വിശന്നാല് ഭക്ഷണം കഴിക്കണം, അവിടെ ഒന്നും നോക്കരുത്, ആരും പറയുന്നത് കേൾക്കരുത്, ഇങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണം. ഓ എന്തൊരു ക്രൂരനാടാ നീ! നിന്റെ ഭാര്യ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിനക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു? ഓ എനിക്ക് കേൾക്കുമ്പോ തന്നെ മുളച്ചം ഇതെന്താടാ സുധി, നീ ഇങ്ങനെയായി പോയത്? അന്ന് അമ്മ ഭക്ഷണം കഴിക്കാതിരുന്നപ്പം അച്ഛൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ. അച്ഛൻ ഭക്ഷണം കഴിക്കാതെ പിടിവാശി പിടിച്ചു, അമ്മ കഴിച്ചാലേ കഴിക്കുള്ളെന്ന് പറഞ്ഞു. അതല്ലേ സ്നേഹം, അതാണ് സ്നേഹം, അതാകണമടാ സ്നേഹം. എന്നിട്ട് എന്തുവാടാ നീ, ഒരു ഭാര്യ ഉള്ളു നിനക്ക്, അതിനെ നിനക്ക് സ്നേഹിക്കത്തില്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മുടെ സച്ചി അങ്ങോട്ട് സുധീനെ അങ്ങ് താറടിക്കുകയാണ്. അപ്പോഴത്തേക്കും ലാസ്റ്റ് സുധി പറഞ്ഞു, ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? അച്ഛൻ തന്നെ പറ. അപ്പോഴത്തേക്ക് പറഞ്ഞു, അച്ഛനെ എന്തിനാ പറയുന്നത്, ഞാൻ പറയാം. ദേ നിന്റെ അമ്മായിച്ചൻ പുറത്തിറങ്ങാൻ വേണ്ടിയാണ് നിന്റെ ഭാര്യ കഷ്ടപ്പെടുന്നത്. എടാ അപ്പൊ നീയും അതിന്റെ കൂടെ നിൽക്കണ്ടേടാ, അതല്ലേടാ സ്നേഹം. പിന്നെ രണ്ടുപേരും ഒന്നിച്ച് നിന്നാൽ റിസൾട്ട് പെട്ടെന്നുണ്ടാകും. പിന്നെ ഭയങ്കര റിസൾട്ട് ഉണ്ടാകാൻ പോവല്ലേ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പുറപുറക്കുക സുധി. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി നീ അവനെ വെറുതെ വിടടാ, അവൻ കഴിക്കട്ടെ, വ്രതം എടുക്കുന്നത് ശ്രുതിമോളല്ലേ. ദേ അച്ഛ, ഇവൻ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടാണോ ഞാൻ ഇതൊക്കെ പറഞ്ഞത്? പാറേട്ടത്തി കഴിക്കാതെ ഇവൻ കഴിക്കുന്നത് ശരിയല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെയാണോ മോനെ? എങ്കിൽ പിന്നെ ശരിയാടാ സുധി, അത് ശരിയായ കാര്യം തന്നെയാ. പാറേട്ടത്തി എന്തെങ്കിലും കഴിച്ചിട്ട് കഴിക്കുക എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രനും പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി രവീന്ദ്രനെ തന്നെ നോക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതിക്ക് ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് നിന്ന് ഉരുകാണ്. ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലേ, സച്ചിയുടെ വർത്താനം കേൾക്കുമ്പോൾ ചൊറിഞ്ഞു കയറുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എടാ മോനെ, സച്ചി പറഞ്ഞത് ശരിയാ, നീ കഴിക്കണ്ട. ഇനിയിപ്പം നീ കഴിച്ചിട്ട് ദേ ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലോ, അതുകൊണ്ടേ ആ പ്ലേറ്റിങ് തന്നെ നീ കഴിക്കണ്ട, നിന്റെ ഭാര്യ കഴിച്ചാൽ മതി, ചിലപ്പം ദൈവകോപം ഉണ്ടാകും. ശ്രുതിയുടെ കൂടെ നീയും വ്രതം എടുത്താലേ വ്രതത്തിന് ശക്തി കൂടും, പെട്ടെന്ന് തന്നെ അവളുടെ അച്ഛൻ പുറത്തിറങ്ങും. നീ എണീറ്റ് പോ മോനെ, പ്ലീസ് എടാ, നീ പോടാ, നീ പൊക്കോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞ്, എന്തിനാടാ ഇനി ഇവിടെ നിൽക്കുന്നത്, നീ പോടാ എണീറ്റ് പോടാ, വ്രതം വലിക്കണ്ടേടാ എന്ന് പറഞ്ഞ് നമ്മുടെ സുധീനെ അവിടെ നിന്ന് എണീപ്പിച്ച് വിടാണ്. അങ്ങനെ സുധിക്ക് പച്ചവെള്ളം പോലും കാര്യം പറഞ്ഞാല് ഇനി കിട്ടില്ലെന്നർത്ഥം, നമ്മുടെ ശ്രുതി കഴിക്കാൻ തുടങ്ങാതെ. അതിനിടയിലാണെങ്കിൽ നമ്മുടെ സച്ചി, വാവ് പൂരി എന്താ സോഫ്റ്റ്, എന്താ ടേസ്റ്റ്. രേവതി ഇന്നത്തെ പൂരിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക രുചിയും. ആ മസാലയും കൂടെ ഇങ്ങിട്ട രേവതി, അതുകൂടെ കൂട്ടി കഴിക്കട്ടെ രേവതി ഇങ്ങിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അതുകൂടെ ഇടിപ്പിക്കാണ്. ഇതെല്ലാം നോക്കി ഇങ്ങനെ ഇരുന്ന് വെള്ളം ഇറക്കാനല്ലാതെ നമ്മുടെ ശ്രുതിക്ക് ഒന്നിനും കഴിയുന്നില്ല. ശ്രുതിയുടെ കൺട്രോള് പോയി. ശ്രുതി ഇങ്ങനെ നമ്മുടെ സച്ചിനെ നോക്കിയിട്ട് വായിൽ വെള്ളം ഇറക്കി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ശ്രുതി വാ നമുക്ക് പുറത്തു പോകാം. അയ്യോ മോളെ, പുറത്തു പോവാണോ? പുറത്തുനിന്നൊന്നും കഴിക്കരുത് കേട്ടോ, വൈകിട്ട് നേരത്തെ വരണം. എന്തിനമ്മേ, പട്ടിണി കിടക്കാനാണോ എന്നിങ്ങനെ ശ്രുതി ചോദിച്ചപ്പോഴത്തേക്കും, അതിനൊന്നുമല്ല, ക്ഷേത്രത്തിൽ പോയി ശയനപ്രദക്ഷിണം നടത്തണ്ടേ, എല്ലാ ദിവസവും ഉണ്ട്, അതിനാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് റൂമിനകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പകുതി വരച്ച് നിന്നിട്ട് ശ്രുതി പറഞ്ഞു, ഏടാ ശ്രുതി എണീറ്റ് മാറാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ച് ദേഷ്യപ്പെട്ടിട്ട് അകത്തേക്ക് വിളിച്ചോണ്ട് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര എന്തിനാ ആ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ വ്രതം എടുപ്പിക്കുന്നത്, പാവം തോന്നുവാ. ഷോ അച്ഛാ, ദേ എന്നാലല്ലേ മലേഷ്യയിൽ നിന്ന് വരേണ്ടതൊക്കെ ഇങ്ങോട്ട് വരത്തുള്ളൂ, അതുകൊണ്ട് ചിലപ്പം പല വ്രതങ്ങളും എടുത്തെന്നിരിക്കും. എന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. അപ്പം സച്ചി ഫോൺ എടുക്കുകയാണ്. എന്നിട്ട്, ഹലോ മേഡം പറ മേഡം,
നമ്മുടെ നീലിമയാട്ടോ. അപ്പൊ നീലിമ പറയാ, അതെ സച്ചി, എനിക്ക് 2-3 സ്ഥലത്ത് പോകണം, എന്നെ ഡ്രോപ്പ് ചെയ്ത ഹോട്ടലിന്റെ മുന്നിലേക്ക് ഒന്ന് വരാമോ? ആ മേഡം മേഡം, ഞാൻ ഇപ്പൊ വരാം മേഡം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് രേവതിയോട് പറഞ്ഞു, അത് പിന്നെ രേവതി, എനിക്ക് കഴിക്കാൻ സമയമില്ല, ഞാൻ പോട്ടെ, ഞാൻ ഒരു ഓട്ടത്തിന് തിരക്കാം, അവരവിടെ വെയിറ്റ് ചെയ്യുക, അതുകൊണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ഷോ എടാ സച്ചി, നീ ഇത് കഴിച്ചിട്ട് പോ. സമയമില്ല സമയമില്ല, മേഡം അവിടെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിട്ട് ഓടുകയാണ്. നമ്മുടെ രേവതി, സച്ചിയേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സച്ചി നേരെ നമ്മുടെ നീലിമേനെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നീലിമ ഉള്ള ആ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ സച്ചിയുടെ വണ്ടിക്കകത്തേക്ക് കയറുന്ന ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവര് പോകുന്നത് ഒരു ഏജൻസിയിലേക്കാണ്. വേറെ ഏജൻസി അല്ല, നമ്മുടെ നീലിമേനെ കാനഡയ്ക്ക് കൊണ്ടുപോയ ഏജൻസി ഉണ്ടല്ലോ, ശ്രുതിയും കൂടെ ഒരു ദിവസം വന്ന് ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കില്ല, ആ ഏജൻസിയിലേക്കാണ്. അപ്പം ആ ഏജൻസിയുടെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ സച്ചി ചോദിക്കല്ല, ഇതാണോ മേഡത്തിനെ വെളിയിലേക്ക് കൊണ്ടുപോയ ഏജൻസി? അതെ 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 സച്ചി, ഇതാണ് എന്നെ പുറത്തേക്ക് കൊണ്ടുപോയ ഏജൻസി എന്ന് പറഞ്ഞു. ഏതായാലും ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നീലിമ ഇറങ്ങി നേരെ ഈ ഒരു ഏജൻസിയിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഹായ് എന്നൊക്കെ വിളിച്ച് അവർ വലിയ പരിചയത്തോടു കൂടി തന്നെ കേട്ടോ സംസാരിക്കുന്നത്. അപ്പൊ നീലിമേനെ നന്നായിട്ട് അറിയാം പുള്ളിക്കാരിക്ക്. പക്ഷെ അന്ന് ശ്രുതിയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തുമില്ല. അപ്പോഴത്തേക്കുമാണ് പോകുന്ന കാര്യം, ടിക്കറ്റ് ശരിയാക്കണം, നാളെ തന്നെ പോകണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നീലിമ പറയുന്നത്. അപ്പോഴത്തേക്കും അതിനിപ്പോ എന്താ മേഡം, ടിക്കറ്റ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്, നാളെ തന്നെ മേഡത്തിന് ഇവിടുന്ന് കാനഡയിലേക്ക് പോകാം. അല്ല മേഡം, കാനഡയിലേക്ക് പോയിട്ട് എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? കാനഡയിലേക്ക് പോയി ലൈഫൊക്കെ അങ്ങ് മാറിപ്പോയില്ലേ മോളെ? ഇപ്പം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാം, അവിടെ പിന്നെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. മേഡം അപ്പൊ രക്ഷപ്പെട്ടല്ലേ? രക്ഷപ്പെട്ടു. ഇപ്പം ഇവിടെ ഒരു കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചു, ഇനി പതിയെ ഒരു വീടൊക്കെ വെക്കണം, ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ താമസിക്കാലോ, അല്ലെങ്കിൽ നാട്ടിലൊരു വീടുള്ളത് നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും ആ പെണ്ണ് പറഞ്ഞു, അതെ മേഡം, ഞാൻ പറയാൻ വിട്ടുപോയി, മേഡത്തിന്റെ മുത്തശ്ശി മരിച്ചായിരുന്നല്ലേന്ന്. എന്റെ മുത്തശ്ശിയോ? അതിന് എനിക്ക് മുത്തശ്ശി, നിങ്ങളെന്താ ഈ പറയുന്നത്? മുത്തശ്ശി മരിച്ചെന്നോ? അല്ല, 2 പേര് ഇവിടെ വന്നായിരുന്നു മേഡത്തിനെ അന്വേഷിച്ച്, ഒരു സ്ത്രീയും ഒരു പുരുഷനുമാ വന്നത്. അവർ 2 പേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് തോന്നുന്നു. മേഡത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അവര് പറഞ്ഞു മേഡത്തിന്റെ മുത്തശ്ശി മരിച്ചുപോയി, അപ്പൊ അത് അറിയിക്കാനാണ്, അതുകൊണ്ട് ഡീറ്റെയിൽസ് കിട്ടുമെന്ന്. എന്നിട്ട് നിങ്ങൾ കൊടുത്തോ? ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ റൂൾസ് ഇല്ലല്ലോ മേഡം, ഞങ്ങൾ അങ്ങനെ കൊടുക്കില്ല, കാരണം ഞങ്ങൾക്ക് റൂൾസ് ഇല്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ ആരുടെ ഡീറ്റെയിൽസും പുറത്തു നിന്നുള്ളവർക്ക് എടുത്തു കൊടുക്കാനുള്ള ആ ഒരു പെർമിഷൻ നിങ്ങൾ തരണം, അല്ലാതെ ഞങ്ങൾ ഒരിക്കലും എടുത്തു കൊടുക്കില്ല. അപ്പോഴത്തേക്കും പറഞ്ഞു, ഇനി ആര് വന്നാലും എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു പോകരുത് കേട്ടോ എന്ന് പോയപ്പോൾ, ഇല്ല മേഡം പേടിക്കൊന്നും വേണ്ട, മേഡത്തിൻ്റെ ഡീറ്റെയിൽസ് ആര് വന്നാലും ഞങ്ങൾ പുറത്തു കൊടുക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, എങ്കിൽ പിന്നെ ഞാൻ പോവാന്നും പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നീലിമ ഇറങ്ങാൻ കേട്ടോ. അപ്പം നീലിമയ്ക്ക് വല്ലാത്തൊരു സംശയം, ഇനിയിപ്പോൾ ആരായിരിക്കും വന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് പറയുകയും ചെയ്തു. അപ്പം ആരായിരിക്കും, പേരും അവർക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല കേട്ടോ, പേര് അറിയത്തില്ല ഏജൻസിക്കാർക്ക്. അപ്പൊ 2 പേര് വന്നു, നീലിമേനെ അന്വേഷിച്ചെന്ന് മാത്രമേ നീലിമയ്ക്ക് അറിയത്തുള്ളൂ. അപ്പൊ നീലിമയ്ക്ക് മനസ്സിലായി തന്നെ മിക്കവാറും ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ആരൊക്കെയോ എന്ന് നമ്മുടെ നീലിമയ്ക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങി. അങ്ങനെ നമ്മുടെ സച്ചിയുടെ വണ്ടിയിലേക്ക് കയറി. അപ്പം ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി വെച്ചു, എന്ത് പറ്റി മേഡത്തിന്റെ മുഖം ഭയങ്കരമായിട്ടും മൂടിയായിട്ടിരിക്കുന്നു, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇനിയിപ്പം പ്രശ്നമൊന്നുമില്ല, നാളെ ഇനി നാട്ടിൽ നിന്ന് പോവുമല്ലോ, അപ്പൊ അതുകൊണ്ടാണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ? അല്ല മേഡത്തിന് ഇഷ്ടമല്ലേ പിന്നെ എന്തിനാ പോകുന്നത്? ഇഷ്ടമൊക്കെയാണ്, എങ്കിലും അല്ല സച്ചി ഇപ്പം നേരെ വണ്ടി ഓടിക്കുക, എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, അതുകൊണ്ട് സച്ചി നേരെ നോക്കി വണ്ടി ഓടിക്കാൻ പറയാം, അപ്പം കൂടുതൽ സംസാരിക്കേണ്ട എന്നാണ് സച്ചിയോട് പറഞ്ഞത്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഓക്കെ മേഡം എന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിക്കണം. അപ്പോഴത്തേക്കും വേറൊരു കൂട്ടുകാരിനെ വിളിച്ചിട്ട് നമ്മുടെ നീലിമ ചോദിക്കുകയാണ്, അത് പിന്നെ എടി, നീ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ബ്യൂട്ടി പാർലർ ഇല്ലേ, ആ ബ്യൂട്ടി പാർലർ ഇപ്പം അവിടെ ഉണ്ടോ? അത് പൂട്ടിപ്പോയെന്നോ? ഇനി വലിയ കഷ്ടമായി പോയല്ലോ, എങ്കിൽ പിന്നെ ശരി നീ വെക്കാൻ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് നീലിമ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു, എന്ത് പറ്റി മേഡം, ബ്യൂട്ടി പാർലറിൽ പോണോ?
പോണമായിരുന്നു സച്ചി. ഹേ മേഡം, ആ എനിക്കറിയാവുന്ന ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്, നല്ല പാർലറാ. അല്ല മേഡം അവിടെ പോകുന്നു? അല്ല ലേഡീസ് ബ്യൂട്ടി പാർലർ ആണോ? ആ അതെ മേഡം. അല്ല മേഡത്തിനെ അവിടേക്ക് വിടട്ടെ? ആ ഓക്കെ, അങ്ങോട്ടേക്ക് വിട്ടോ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടുത്തെ ബ്യൂട്ടീഷ്യനെ എനിക്കറിയാം, ആളൊരു കേടിയാണെങ്കിലും വർക്ക് നന്നായിട്ട് ചെയ്യും. ആ ഓക്കെ 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 സച്ചി. പാർലറിട്ടത്തേക്ക് ഞാൻ കാരണം വരുമാനം കിട്ടട്ടെ. ഞാൻ ആ കസ്റ്റമറെ കൊണ്ടുപോയതെന്ന് പറഞ്ഞാല് അല്ല സച്ചി, നീ എപ്പോഴും നന്നായെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ഇങ്ങനെ പുറകുറുക്കുവാണ് കേട്ടോ നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കാണ് നീലിമ ചോദിച്ചത്, എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ സംസാരിച്ചാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്, എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ബ്യൂട്ടി പാർലറിലേക്ക് വിട്ടോന്ന് നമ്മുടെ നീലിമ പറയാണ്. അപ്പൊ നമ്മുടെ നീലിമ അപ്പം നമ്മുടെ നീലിമ പോകുന്ന ബ്യൂട്ടി പാർലർ ഏതാണ്? നമ്മുടെ സുധിയുടെ വൈഫിന്റെ ബ്യൂട്ടി പാർലർ ആണെന്ന് നമ്മുടെ നീലിമയ്ക്ക് അറിയത്തേ ഇല്ല. ഏതായാലും സച്ചിനെ കൊണ്ട് ഇത്രയൊക്കെ അല്ലേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സച്ചി മുഖാന്തരമെങ്കിലും അവർ ഈ സത്യങ്ങളല്ല സോറി, നമ്മുടെ നീലിമേനെ പിടിക്കട്ടെ. ചിലപ്പോൾ ദൈവം തീരുമാനിച്ചതായിരിക്കും. ദൈവം ഒരു വിധി എഴുതി കഴിഞ്ഞാൽ ആർക്കും തിരുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ നേരെ നമ്മുടെ നീലിമേനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സച്ചി പറഞ്ഞു, അത് പിന്നെ മേഡം കഴിയുമ്പോൾ വിളിച്ചാൽ മതി കേട്ടോ, ഞാനെന്നാ പൊക്കോട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു, ഓക്കെ, കഴിയുമ്പോൾ വിളിക്കാം. ഏതായാലും ഒത്തിരി ഒന്നും ലേറ്റ് ആകത്തില്ല, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫേഷ്യൽ ചെയ്യണം, പിന്നെ ഐബ്രോയും ഒന്ന് എടുക്കണം. അതുകൊണ്ട് ഇവിടെ കിടക്കുവാണെങ്കിൽ കിടന്നോ, പിന്നെ പോവുകയാണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു സച്ചിയോട്. സച്ചി പറഞ്ഞു, ഇവിടെ ഇപ്പം തൽക്കാലം കിടക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് മാറി നിന്നു. അപ്പം ഈ സമയത്താണെങ്കിൽ നമ്മുടെ നീലിമ നേരെ കയറി ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ അകത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നു. അവിടെ ഒരു സ്റ്റാഫുണ്ട്, മറ്റേ റിസപ്ഷനിൽ ഒരാളുണ്ട്. അപ്പം അയാളോട് ചോദിച്ചു, ഒരു ലേഡിയാണ് നിൽക്കുന്നത്, എപ്പോഴും നിൽക്കുന്ന ഒരു ലേഡി ഉണ്ടല്ലോ. ചോദിച്ചു, എനിക്ക് ഒന്ന് മുഖം ഒന്ന് ഫേഷ്യൽ ചെയ്യണം, പിന്നെ ഐബ്രോ ഒന്ന് ത്രെഡിങ് ചെയ്യാനുണ്ട്, എനിക്ക് പെട്ടെന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, മേഡം വെയിറ്റ് ചെയ്യാൻ, ഞാനിപ്പം അകത്തൊന്ന് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നേരെ അകത്ത് കയറി പോയിട്ട് ശ്രുതി അപ്പം ആരും ഇങ്ങനെ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറഞ്ഞു, അതേ മേഡം, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, കഴിഞ്ഞു. ഇത് കഴിഞ്ഞെങ്കിൽ ആ കസ്റ്റമറിന് കയറാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഇത് കഴിഞ്ഞു, അതിനിപ്പോൾ എന്താ, അവരെ അകത്തേക്ക് വിട്ടോളാൻ പറയപ്പോഴത്തേക്കും ഈ കസ്റ്റമർ ഇറങ്ങി വെളിയിലേക്ക് പോയി. നമ്മുടെ നീലിമ എന്ന കസ്റ്റമർ അകത്തേക്ക് വരികയാണ്. ഏതായാലും അകത്തേക്ക് വന്ന നീലിമ ഹലോ മേഡം എന്ന് വിളിച്ചതും നമ്മുടെ ശ്രുതി തിരിഞ്ഞു നോക്കിയതും, ദാ നിൽക്കുന്നു നീലിമ. നീലിമേനെ നമ്മുടെ ശ്രുതി കണ്ടിട്ടുണ്ടേ, ശ്രുതി ഫോട്ടോ കാണിച്ചിട്ടുണ്ടേ. പെട്ടെന്ന് ബാക്കിലേക്ക് ചിന്തിക്കുകയാണ്. അന്ന് ഫോട്ടോ കാണിച്ചതും, അയ്യോ ഇതാണല്ലോ നീലിമ എന്ന്. ഇത് തന്നെയാണോ നീലിമ? ഒന്നുകൂടെ കണ്ണു തുറന്നു നോക്കും. അപ്പൊ നീലിമ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നീലിമ ചോദിച്ചു, ഹലോ മേഡം 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 ഇങ്ങോട്ട് എന്താ മേഡം, ഞാനിവിടെ വന്ന് നിൽക്കുന്നത് മേഡം കണ്ടില്ലേ? എക്സ്ക്യൂസ് മീ മേഡം, അത് പിന്നെ മേഡം അവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നീലിമ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ഐബ്രോ ഒന്ന് ത്രെഡ് ചെയ്യണം, ഒന്ന് ഫേഷ്യലും ചെയ്യണേ, പിന്നെ ഏറ്റവും പുതിയ നല്ല ഫേസ് പാക്ക് വേണം ഉപയോഗിക്കാനായിട്ട്, നല്ല ഫേസ് പാക്ക് ആയിരിക്കണം. പിന്നെ ഐബ്രോ ത്രെഡ് ചെയ്യാൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ഒത്തിരി തിക്കായിട്ട് എടുക്കണ്ട, ഇച്ചിരി കട്ടി കുറച്ചെടുക്കണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വീണ്ടും ഇങ്ങനെ നീലിമേനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം ഹലോ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഞാൻ കേൾക്കുന്നുണ്ട് മേഡം, ഇവിടെ ഉപയോഗിക്കുന്നതല്ല നല്ല ഫേസ് പാക്കാ, ഒരു 1 hour കൊണ്ട് മേഡത്തിന്റെ ഷേപ്പ് തന്നെ ഞാൻ മാറ്റിത്തരും, അതിനുള്ളിലെല്ലാം തീരുന്നു പറഞ്ഞപ്പോഴത്തേക്കും, എന്താ പറഞ്ഞത്, എൻ്റെ ഷേപ്പ് മാറ്റുന്നോ? അല്ല, ഷേപ്പ് മാറ്റുന്നല്ല, മേഡത്തിന്റെ ഈ ഒരു മുഖച്ഛായ തന്നെ മാറ്റി നല്ല ഗ്ലോ ആക്കി തരാം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെയാണല്ലേ, എങ്കിൽ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ. അല്ല മേഡം ഇവിടെയുള്ള ആളല്ലേ, ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ? ഞാൻ ഇവിടെയുള്ള ആളല്ല, ഞാൻ കാനഡയിലാണ് ജോലി ചെയ്യുന്നത്, അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്, ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നതാണ് നാട്ടില്. ആണോ? അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഉറപ്പിച്ചു, കാനഡയിൽ നിന്ന് വന്ന ഈ നീലിമ നമ്മുടെ ശ്രുതിയുടെ പണ്ടത്തെ കാമുകി തന്നെയാണെന്ന് അപ്പോൾ ഉറപ്പായിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ മേഡത്തിന്റെ ഈ മുഖച്ഛായൊക്കെ മാറ്റണമെങ്കിൽ മേഡം ഞാനൊരു ചെറിയൊരു ടിപ്പും കൂടെ എൻ്റെ ഫേസ് പാക്കിൽ ഇടാറുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുത്തുകൊണ്ട് അങ്ങ് വെളിയിലേക്ക് പോവുകയാണ്. നല്ല ടിപ്പ് ഇടാനാട്ടോ, വേറെ എന്ത് ടിപ്പ് ഇടാനാണ്, നമ്മുടെ ശ്രുതിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാനാണ്. അങ്ങനെ വെളിയിൽ ഇറങ്ങിച്ചെന്ന് നമ്മുടെ
ശ്രുതി നേരെ ശ്രുതിനെ വിളിക്കുക. ശ്രുതിയാണെങ്കിൽ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുകയാണ് കേട്ടോ, ജോലിയോ അതും ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇടയ്ക്കാണെങ്കിൽ എന്തോ കൂട്ടുകാരനെയോ അതോ കാനഡയിൽ നിന്നോ അങ്ങോട്ട് കാനഡയിലേക്ക് പോകാനുള്ള ഏജൻസി അങ്ങോട്ട് ഫോൺ അങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം പറഞ്ഞു ഇന്ന് ഉറപ്പായിട്ടും നോക്കട്ടെ, ഞാൻ പൈസ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ശ്രുതി വിളിക്കുന്നത്. ശ്രുതി വിളിച്ച ഉടനെ തന്നെ എന്താ ശ്രുതി എന്ന് ചോദിച്ചപ്പോൾ ശ്രുതി പെട്ടെന്ന് ബ്യൂട്ടി പാർലറിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ എന്താ കാര്യം? അത് പിന്നെ പെട്ടെന്ന് വരണം. എന്താ കാര്യം? അത് നീലിമ ഇവിടെ വന്നിട്ടുണ്ട്. നീ എന്താ എന്നെ കളിയാക്കുവാണോ? നീ എന്താ എന്നെ പറ്റിക്കുകയാണോ? എന്റെ പൊന്നു ശ്രുതി, ഞാൻ പറ്റിക്കുന്നതല്ല. നീലിമ ഇവിടെ വന്നിട്ടുണ്ട്, സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. നീലിമ വന്നിട്ടുണ്ടെന്നോ? ആ, പെട്ടെന്ന് ശ്രുതി പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വാ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ശ്രുതി കേട്ട പാതി കേൾക്കാത്ത പാതി അവിടുന്ന് നേരെ വീട്ടടിച്ച് ബ്യൂട്ടി പാർലറിലേക്ക് പോരുവാണ്. ഈ സമയത്താണെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ രേവതിനെ കാണിക്കാൻ കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി പുതിയ വണ്ടിയൊക്കെ ആയിട്ട് മൊബൈൽ പൂക്കടയാണല്ലോ, നേരെ പൂ കൊടുക്കാൻ വേണ്ടി ഒരു ചേച്ചിയുടെ കടയിലേക്ക് പോവാണ്. അപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ രേവതി ആ ചേച്ചിയുടെ കടയിലേക്ക് പോയിട്ട് ചേച്ചി ഇതേ ചേച്ചി പറഞ്ഞ് പൂ എന്നാന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അല്ല രേവതി, ഇതെന്ത് പറ്റി, എല്ലാവരുടെയും വീട്ടിലാണോ ഇപ്പൊ പൂ കൊണ്ട് കൊടുക്കുന്നത്? അത് പിന്നെ ചേച്ചി എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു ബൈക്ക് എടുത്ത് തന്നു, ഒരു സ്കൂട്ടി എടുത്ത് തന്നു, ഇപ്പൊ ഞാൻ അതിലാണ് പൂക്കച്ചവടം എന്ന് പറഞ്ഞപ്പോ ആ കൊള്ളാലോ, നിന്റെ ഹസ്ബൻഡാണ് കൊള്ളാലോ, നിന്റെ ഹസ്ബൻഡ് സ്വന്തം പൂക്കട വെച്ച് തന്നു, ഇപ്പം മൊബൈൽ പൂക്കട ഇട്ട് തന്നോ? സ്വന്തം പൂക്കട ഇട്ട കാര്യമൊന്നും പറയണ്ട, അത് കോർപ്പറേഷൻകാർ കൊണ്ടുപോയി. അതൊന്നും സാരമില്ല. അല്ല ചേച്ചി ഞാൻ പോവാ, എനിക്ക് കുറച്ച് തിരക്കണ്ട. അയ്യോ മോളെ, ഒരു കാര്യം ചെയ്യോ, ഒരു കുറച്ച് നേരം ഇവിടെ ഇരിക്കും, ഒരു 3 മിനിറ്റ് ഞാൻ ഈ പൂ കൊണ്ടുവച്ചിട്ട് ഓടി വരാമെന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ നിർബന്ധിച്ച് ആ പെണ്ണുമ്പോൾ അവിടെ പിടിച്ചിരുത്താണ് കേട്ടോ. നിർബന്ധിച്ചാണ്. അപ്പൊ രേവതി പോകാൻ വേണ്ടി തുടങ്ങുക. അപ്പൊ രേവതിനെ നിർബന്ധിച്ച് അവിടെ ഇരുത്തുക. പെണ്ണുമുള്ള പെട്ടെന്ന് ഇറങ്ങി പോയതുകൊണ്ട്, ആ ചേച്ചി പെട്ടെന്ന് ഇറങ്ങി പോയതുകൊണ്ട് നമ്മുടെ രേവതിക്ക് ആ കടയിൽ നിന്ന് പോകാനും പറ്റില്ല. ഏതായാലും ആ സ്ത്രീ വരുന്നവരെ രേവതിക്ക് അവിടെ പിന്നെ ഇരുന്നേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് രേവതി അവിടെ ഇരിക്കും. അപ്പൊ വീണ്ടും പിന്നെ കാണിക്കുന്നത് ബ്യൂട്ടി പാർലറാണ് കേട്ടോ. ബ്യൂട്ടി പാർലറിലാണെങ്കിൽ ഫേഷ്യലും ത്രെഡിങ് ഒക്കെ നടക്കുകയാണ്. അപ്പം ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് മേഡം, കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എങ്കിൽ പിന്നെ മേഡത്തിന് ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു പാക്കാണ് ഞാൻ ഇട്ട് തരാൻ പോകുന്നത്. മേഡം ഏതായാലും ഇനി ഒരിക്കലും മറക്കില്ല ഇത്. അതുപോലൊരു പായ്ക്ക എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്ത് പായ്ക്ക കൊടുക്കാൻ പോകുന്നത്? നമ്മുടെ സുധീനെ വിളിച്ച് വരുത്തേക്കാണല്ലോ. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ നമ്മുടെ നീലിമേനെ പോലീസ് കൊണ്ടുപോകാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ കുറേ ടിസ്റ്റുകളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം അടുത്ത വീഡിയോ നയനിയുടെയും ആദർശിന്റെയും കഥയാണ്. അപ്പൊ അതുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ കാത്തിരിക്കാം. ടാറ്റാ, ബൈ ബൈ.